നീ ഒരു കാര്യം ചെയ്യും, ഒരു അൽഫാമും കുഴിമന്തി അത് ഞാൻ അങ്ങോട്ട് ഇട്ട് വരും, അതിൽ തൃപ്തിപ്പെടും. എന്താടാ മാനത്ത്? അല്ല കാക്ക വല്ലതും മലർന്നുറക്കുന്നുണ്ടാന്ന് നോക്കിയാണ്. ഇവിടെ ഒന്നും കാണാത്ത രണ്ട് കിളികൾ. നോക്കട്ടെ നോക്കട്ടെ. ഇന്ന് രാത്രി 24 മണിക്കൂറിനകം എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഹലോ മഞ്ജു, നീ എവിടെയായിരുന്നു? കുറെ നേരം വിളിക്കണം നിന്നെ. എൻ്റെ പൊന്നു മനു, നമ്മൾ രാത്രി കഴിച്ച കാന്താരില്ലേ, കാന്താരി ചിക്കൻ അൽഫാം, പണിയൊന്നും നടന്നു തോന്നുന്നത്. വയോണ്ടൊരു സുഖമില്ല. എൻ്റെ മഞ്ജു, വെറുതെ കിട്ടിയാണെങ്കിൽ ഓസിക്ക് വെട്ടി വീഴുമ്പോഴേ ഓർക്കണായിരുന്നു വയറ് നിൻ്റെയാണെന്ന്. ഞാൻ വേണ്ടിയിട്ട് കഴിച്ചല്ലടാ, ഇങ്ങനെ ഫുഡ് എങ്ങനെ വേസ്റ്റ് ആക്കുക. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഈ ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലൊക്കെ ഒരുപാട് ആൾക്കാർ പട്ടണത്തിൽ മരിക്കുന്നുണ്ടെന്ന് കേട്ടു. ആ കൂടിയപ്പോഴും ഭക്ഷണം കളയാൻ തോന്നില്ലടാ. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് പറ്റിപ്പോയതാണ്. ഓ എൻ്റെ മഞ്ജു, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നിന്റെ ചാരപ്പള്ളിന്ന് വർക്കായില്ലേ? മോനെ, മഞ്ജു ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ കിട്ടി. ഓക്കെ, എന്റെ ചങ്ക് എന്നാ പറ. നിക്ക് നീ ഒരു കാര്യം ചെയ്യും, അവന്മാരും കൂടി ഒന്ന് കോൺഫറൻസ് കോളിൽ ആഡ് ചെയ്യും. അല്ലെ പിന്നെ അവന്മാർക്ക് അത് മതി ഒരുപാട്. അത് റെഡി. മൈ ഡിയർ മഞ്ജുഷേ, എന്താടാ ഈ നേരത്ത്? എന്ത് തേങ്ങ നിൽക്കുക? അല്ല പിന്നെ മനുഷ്യന് ഈ ജപ്പാൻ കുടിവെള്ളപ്പത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴാ അവൻ്റെ ഒരു മറ്റോർത്തർ കോള്. എടാ മൈഗോണപ്പന്മാരെ, നിനക്കൊക്കെ വേണമെങ്കിൽ കേട്ടാൽ മതി. ഇന്ന് വൈകിട്ട് കണ്ട ദേശാടനക്കെടികളില്ലേ, അവിടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാ. പറ്റൂല വെച്ചിട്ട് പോടാ. എനിക്കിത് നേരത്തെ പറയണ്ടേ? എനിക്കറിയായിരുന്നു കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും പിന്നെ വിളിക്കൂലെന്ന്. എടാ, ഈ 3 പേര് താമസിക്കുന്നത് നമ്മുടെ ബാങ്ക് മാനേജർ സാബുവിൻ്റെ വീട്ടിലാണ്, പെയിങ് ഗസ്റ്റ് ആയിട്ട്. സവാള സാബുവാ? എൻ്റെ പൊന്നറിയ, അയാളെ സവാള എന്നൊന്നും വിളിക്കല്ലേ. മുന്നേ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് അയാൾ എന്നെ സവാള വെച്ച് എറിഞ്ഞതാ. എന്തോ ഭയത്തിന് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വീണ് ഞാൻ ഡെഡ് ബോഡി ആയാലേ. എടാ മഞ്ജു, നീ അത് വിട്ട് നീ കാര്യം പറ. എടാ, അതായത് ഇവർ 3 പേരും ടൗണിലെ ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരവിടെ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആക്ച്വലി ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇവരിപ്പോൾ ഇവിടെ താമസമായിട്ട് ഏകദേശം ഒരു മാസം ഓവറായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്, ഇവർ 2 പേരല്ല 4 പേരുണ്ട്. അടിപൊളി, ബാക്കി പറ ചങ്കേ. ആദ്യത്തെ നിയ, 20 വയസ്സ്, കോഴിക്കോട് സ്വദേശിനിയാണ്. PG ഡിപ്ലോമ പഠിക്കുകയാണ് ഇവിടെ നമ്മുടെ ബ്രില്യൻ കോളേജിൽ. അവള് ഒരു നല്ല സ്വഭാവമാണ്, പിന്നെ അസ്ഥാനത്തുള്ള ചളിയടി, ഇതൊക്കെയാണ് ഹൈലൈറ്റ്. പിന്നെ ഇതുവരെ കാമുവിൻ്റെ പ്രസൻസ് കണ്ടിട്ടില്ല, അതൊരു പോസിറ്റീവ് അപ്രോച്ചാണ്. പിന്നെ രണ്ടാമത്തെ അവൾ ഷെറിൻ, വയസ്സ് 23. അവൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, എൻജിനീയർ ആയിട്ട്. ഓക്കെ, ആള് നല്ല അച്ചടക്ക ജീവിതവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല ആളുടെ അടുത്തോട്ട്. നീ ഒരു സംഭവം തന്നെയാണ്. ഇനി മൂത്തവൾ, ഇവളുടെ പേര് പ്രിയ, 35 വയസ്സായി, നേഴ്സാണ്. ശ്വാസ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവൾക്കൊരു പ്രണയമുണ്ട്, ഒരു മെഡിക്കൽ റെപ്പാണ് ആള്. നല്ലവളാണ്, നന്മയുള്ളവളാണ്, വായിൽ വരട്ടാൽ കടിക്കാത്തവളാണ്. പിന്നെ 4മത്തവൾ, ഇവൾ റിമി, കോട്ടയംകാരി അച്ചായത്തിയാണ്. ഇവളൊരു 24 വയസ്സായി, ഒരു കോഴി സ്വഭാവമാണ് ഇവൾക്ക്. അതുകൊണ്ട് തന്നെ വളയാൻ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളവളാണ്. ഏതൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, ഇവര് 4 പേരും ഡെയിലി ജോഗിങ്ങിന് ഇറങ്ങുന്നത് നമ്മുടെ റൂട്ടിലൂടെയാണ്. മഞ്ജു, നീ ഒരു കില്ലാടി തന്നെയാണ്. ഇപ്പോഴാണ് ജീവിതത്തിൽ നീ ഒരു ഉപകാരം ചെയ്തത്. അങ്ങനെ സാബുവിൻ്റെ കോഴിക്കോട്ടിൽ 4 കിളികൾ. എടാ, നമ്മുടെ റോട്ടിലൂടെ ഓടാൻ തുടങ്ങിയിട്ട് നമ്മൾ കാണില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലടാ. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കാര്യം നമുക്കാണ്. അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ജോഗിങ്ങിന് ഇറങ്ങും. എടാ, നാണമില്ലടാ നിങ്ങൾക്ക്? 4 പെണ്ണുങ്ങളെ കാണുമ്പോൾ മലക്കം പറയാൻ. ഞാനൊന്നുമില്ല കേട്ടോ. ഷെഫീം പറഞ്ഞതേ പകുതി ശരിയാ. ആ 4 പിള്ളേരെ തൊഴിലുറപ്പ് കണ്ടിട്ടൊന്നുമല്ല,
നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് അവനക്കൊരു കരുതലുണ്ട്. ഞാനില്ല, നിങ്ങളെന്താ വേണ്ട വെച്ചാൽ ചെയ്തു. ഓ അവനില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഓടാൻ തീരുമാനിച്ചു. ഞാനല്ല, നമ്മൾ. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ സെറ്റ്. എന്തായാലും ഓക്കെ, സെറ്റ്. നാളെ രാവിലെ 6 മണിക്ക് കാണാം. ഓക്കെ, സെറ്റ്. ഷെർണെ എഴുന്നേറ്റേ, ജോഗിങ്ങിന് പോണ്ടേ? ഇത് ഷെർണെ എഴുന്നേൽക്കുന്നുണ്ടോ? ഒരു തലവഴി വെള്ളം കൂടി ഒഴിക്കേ. ഇതൊക്കെ നന്നായേ. നിന്നൊന്ന് വിളിച്ചില്ലെന്ന് പരാതി പറയരുത്. നീയൊന്നും വരുന്നില്ല, വേണ്ട. ഇവിടെ എന്ത് വെള്ളാത്തൊരു അച്ഛൻ? എനിക്ക് കേബേജ് കിടപ്പുണ്ടോ? അതെ, ജോലികളല്ലേ നേരത്തെ എഴുന്നേറ്റോണം. എനിക്കൊന്നും പറ്റില്ല എല്ലാവരും എഴുന്നേപ്പിക്കാനൊന്നും. പറയുന്നത് എണീക്കടി, ജോലിക്കിന് പോണ്ടേ? പോണം. പോണ്ട. ഓക്കെ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇന്ന് സൺഡേ അല്ലേ? സൺഡേ ഈസ് ഹോളിഡേ. ഹോളിഡേ ഈസ് സ്ലീപ്പിംഗ് ഡേ. അതുകൊണ്ട് നമുക്കിന്ന് ലീവ് ആക്കാം. ഒരു ലീവില്ല. നീറ്റ എവിടെ കോപ്പന്മാര് ഒരു കാര്യം പറഞ്ഞ ഇപ്പന്മാർക്ക് ഉത്തരവാദിത്ത പോലും ഇല്ല. മഞ്ജുവിനെ വിളിച്ചോ. എവിടെ മഞ്ജു നീ? നിങ്ങളല്ലേ ഇന്നലെ ചാടുന്നോ മറിയുന്നോ ഓടുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നീ? എടാ, ഈ മഞ്ജു വരാന്ന് പറഞ്ഞാ വന്നിരിക്കും. നീ ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. എവിടാ? ഇത് പുഴയാണല്ല. പുറകിലേക്ക്. എവിടെ? ഇവിടെ ലെഫ്റ്റ്. ഞാൻ ഒന്ന് എഴുന്നേക്കട്ടെ, ഒറ്റ സെക്കൻഡേ. കേറിയപ്പോ ഇത്രയും പാടുണ്ടായില്ലല്ലോ. എന്ത് കോലാടാത്. നീ വല്ല കല്യാണത്തിന് പോണാ? നല്ല കോല എന്റെ നാച്ചുറൽ സൗന്ദര്യത്തിൽ നിന്റെ നിഷ്കളങ്കമായ സൂയ അപ്പോടെ. ഇത് നാച്ചുറൽ ഇത്തിരി ഓവറായില്ലടാ. എടാ, കുറച്ച് ഓവറായാലും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും. നീ എനിക്ക് മാർക്കിടാതെ നീ അവനെ വിളിക്കും. ജഫിന. ഞാൻ ആ മനുത്തണ്ടിനെ വിളിക്കട്ടെ. വിളിക്കാം. നിനക്കറിയോ, ഞാൻ SLC പഠിക്കുമ്പോ പോലും ഇത്ര രാവിലെ എഴുന്നിട്ട്. നീ എപ്പോ വന്നടാ? എടാ, ഞാൻ 5 മണിക്ക് അലാം വെച്ചിരുന്നിട്ടോ. 5 മണിക്കോ? നേരത്തെ? പിന്നല്ലാണ്ട് ആദ്യത്തെ ഇങ്ങനെ ഞാൻ എഴുന്നേറ്റത്. ഞാൻ വിളിക്കട്ടെ. തമ്പ്രാൻ സപ്രപഞ്ചക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റാവോ? എഴുന്നേറ്റെങ്കിൽ ഈ രാജവീതിയിലേക്ക് ഒന്ന് വരിക. തമ്പുരാട്ടിമാരെ അവയവ വ്യായാമത്തിനായിട്ട് ഇപ്പൊ ഇതിലൂടെ പാസ്സാവും. ഓക്കെ, അവരിറങ്ങിയടാ. പല നാട്ടിൽ നിന്നും വന്ന സുന്ദരിമാരി പെൺമണികൾ ജാടകളാണ് കൂരകളാണ് താമസമാണ് ഹോസ്റ്റലില. പാവമാ ഇവർ പാവമാ, ജോളിയാ ഇവർ ജോളിയാ, പക്ഷേ കള്ളെന്നു കേട്ടാളു വായി